സ്പോട്ട് ലൈവ് തുടരുന്നു. ഇടുക്കിയിലെ സർക്കാർ വാർഷികാഘോഷ പരിപാടിയിൽ ഇന്ന് റാപ്പർ വേടൻ പാടും. രാത്രി 7 മണിക്ക് വാഴത്തോപ്പ് സ്കൂൾ മൈതാനത്താണ് ഷോ. സ്ഥലപരിമിതി കാരണം പരമാവധി 8000 പേർക്ക് മാത്രമാണ് പ്രവേശനം. കൂടുതൽ പേരെത്തുന്ന സാഹചര്യമുണ്ടായാൽ നിയന്ത്രണങ്ങൾ കടുപ്പിക്കുമെന്ന് പോലീസ് അറിയിച്ചു. ഈ ആൾക്കൂട്ട നിയന്ത്രണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പോലീസിന്റെ എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പാടാക്കിയിട്ടുള്ളതാണ്. 3 ഡിവൈഎസ്പിമാരും 6 ഇൻസ്പെക്ടർമാരും ഉൾപ്പെടെ ഒരു ഇൻസ്പെക്ടർ ട്രാഫിക് ക്രമീകരണത്തിൽ ഉൾപ്പെടെ 7 ഇൻസ്പെക്ടർമാരടങ്ങുന്ന 200 പേരടങ്ങുന്ന ബന്ദോബസ്ത് സ്കീം റെഡിയാക്കിയിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള ക്രൗഡ് മാനേജ്മെന്റ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ ഏകദേശം ഒരു 8000-ഓളം പേര് ക്രൗഡിന്റെ ഇത് നോക്കിയിട്ടാണ് ചെയ്യുക. ഏകദേശം 8000-ഓളം പേരെ അകത്ത് ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതിനുശേഷമുള്ളവർക്ക് പുറത്ത് LED വാള സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതുവഴി അവിടെയും ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ഏകദേശം ഇതിനകത്ത് 8000-ഓളം പേര് മാത്രമേ അകത്തുള്ള കൺട്രോൾ കൊടുക്കുന്നുള്ളൂ. അതിനുശേഷമുള്ളവർ പുറത്തായിരിക്കും ഉണ്ടാവുക. വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് PA സാഗർ ചേരുന്നുണ്ട്. സാഗർ, തിരുവനന്തപുരത്ത് വേടന്റെ പരിപാടിയിൽ, അതായത് ഏതാനും ഒരാഴ്ച മുൻപാണ് വേടന്റെ പരിപാടിയിൽ 6000 പേർക്ക് മാത്രം നിൽക്കാവുന്ന 6000 പേരെ മാത്രം ഉൾക്കൊള്ളാവുന്ന നിശാഗന്ധിയിൽ 15000-ഓളം പേരെത്തുന്നു. ഇവിടെ 8000 പേർക്ക് മാത്രമാണ് ഇവിടെ പ്രവേശനം അനുവദിക്കുകയുള്ളൂ എന്ന് പോലീസ് പറയുന്നുണ്ട്. പക്ഷേ ഈ കേസ്, കഞ്ചാവ് കേസ്, പിന്നീട് അറസ്റ്റ്, വിവാദങ്ങളൊക്കെ ഉണ്ടായ പശ്ചാത്തലത്തിൽ വേടന്റെ ആരാധകര്, യുവാക്കളൊക്കെ അവിടേക്ക് ഒഴുകിയെത്താനുള്ള സാധ്യതയുണ്ട്. ഏതൊക്കെ രീതിയിലുള്ള നിയന്ത്രണങ്ങളാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത്? ടോം, തീർച്ചയായും ടോം പറഞ്ഞതുപോലെ തന്നെ ഈ വേടൻ പങ്കെടുക്കുന്ന പരിപാടികളിലെല്ലാം തന്നെ വമ്പിച്ച ഒരു ആരാധക നിരയാണ് അവിടെ എത്തുന്നത്. കൂടുതലും യുവാക്കളാണ് ഈ സ്ഥലങ്ങളിലേക്ക്, വേടന്റെ പരിപാടി നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് കൂടുതലായും എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ യുവത്വത്തിന്റെ ഒരു മികവ് തന്നെയാണ് ഈ ഒരു വേടൻ എത്തുന്ന ഇടങ്ങളിലെല്ലാം തന്നെ കാണുന്നത്. ആഘോഷങ്ങൾ ഉൾപ്പെടെ, ഡാൻസ് ഉൾപ്പെടെ എല്ലാം തന്നെ ഒരു അത്തരത്തിലൊരു കാഴ്ചയാണ് നമുക്ക് ഇതുവരെ കാണാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെയാണ് ഇടുക്കിയിലെ ഇന്ന് വൈകിട്ട് നടക്കുന്ന പരിപാടി എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കുവാൻ. കാരണം വേടൻ ജയിലിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷമുള്ള ആദ്യത്തെ വേടന്റെ ഷോയാണ് ഇന്നിവിടെ ഇടുക്കിയിൽ അരങ്ങേറുക. ഇത് സർക്കാർ നേരത്തെ തന്നെ ക്യാൻസൽ ചെയ്ത പരിപാടിയാണ് വീണ്ടും ഇന്ന് ഇവിടെ നടക്കുന്നത്. ഈ ഇടുക്കിയിൽ നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയിലാണ് ഇന്ന് വേടൻ പാടുവാനായി എത്തുന്നത്. ഈ കഴിഞ്ഞ മാസം ഏപ്രിൽ 28-ന് കഞ്ചാവ് കേസിൽ പിടിയിലായതോടെ വേടന്റെ പരിപാടി സർക്കാർ റദ്ദാക്കിയിരുന്നു. തുടർന്ന് ഏപ്രിൽ 29-ന് പരിപാടി അവതരിപ്പിക്കാനായിരുന്നു അന്ന് സംഘാടക സമിതി തീരുമാനിച്ചത്. എന്നാൽ ജാമ്യത്തിൽ ഇറങ്ങിയതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വീണ്ടും പരിപാടി സംഘടിപ്പിക്കുവാൻ സംഘാടക സമിതി തീരുമാനിച്ചിരിക്കുന്നത്. ഈ വേടന്റെ സംഗീത പരിപാടി സംബന്ധിച്ചുള്ള നിയന്ത്രണങ്ങളുടെ വിവരങ്ങളും പോലീസ് രാവിലെ പുറത്തുവിട്ടിട്ടുണ്ട്. പോലീസ് സുരക്ഷയും കാണികളുടെ എണ്ണവും സംബന്ധിച്ച വിവരങ്ങളാണ് പോലീസ് രാവിലെ അറിയിച്ചത്. വൈകിട്ട് 7:30-ന് വാഴത്തോപ്പ് സ്കൂൾ ഗ്രൗണ്ടിലാവും പരിപാടി നടക്കുക. 8000 പേർക്ക് മാത്രമാണ് പരിപാടിയിലേക്ക് പ്രവേശനം ഉണ്ടാകുക എന്നാണ് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചിരിക്കുന്നത്. സ്ഥലപരിമിതി മൂലമാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഈ കൂടുതൽ പേര് ഈ വേടന്റെ പരിപാടി നടക്കുന്ന ഈ സ്റ്റേജിന് സമീപത്തേക്ക്, അല്ലെങ്കിൽ ഗ്രൗണ്ടിലേക്ക് എത്തിയാൽ, അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ വേദിയിലേക്കുള്ള വരുന്ന പല റോഡുകളുണ്ട്. ഈ റോഡുകളെല്ലാം ബ്ലോക്ക് ചെയ്യുവാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. തിരക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയാണെങ്കിൽ ഈ പരിപാടി റദ്ദാക്കുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. സുരക്ഷയ്ക്കായി 200 പോലീസുകാരെയാണ് ഇവിടെ നിയോഗിച്ചിട്ടുള്ളത്. ഈ വേടന്റെ ഒരു പ്രത്യേക കാര്യം പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം വേടൻ കഞ്ചാവ് കേസിൽ അകത്ത് പോയതിനെ തുടർന്നാണ് സർക്കാർ ഈ പരിപാടി റദ്ദാക്കിയത്. എന്നാൽ ഇത് പിന്നീട് വേടൻ ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷം CPIM-ഉം CPI-യും ഉൾപ്പെടെയുള്ള CPIM CPI സംസ്ഥാന സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ളവർ വേടനെ അനുകൂലിച്ച് രംഗത്തെത്തിയിരുന്നു. തെറ്റുപറ്റിയെന്ന് വേടൻ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സർക്കാർ നടപടി തിരുത്താനുള്ള ഒരു അവസരമായി കണ്ടാൽ മതിയെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. അതുപോലെ തന്നെ ഈ ഇടുക്കിയിൽ നടക്കുന്ന ഈ പരിപാടി റദ്ദാക്കിയതായി സാഗർ സൂചിപ്പിച്ചതുപോലെ ഈ വേടൻ തെറ്റുതിരുത്താൻ തീരുമാനിച്ചപ്പോൾ സർക്കാരും തെറ്റുതിരുത്തുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഈ സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് വേടന്റെ ഈ സ്റ്റേജ് ഷോ സംഘടിപ്പിക്കുന്നത്. പക്ഷേ ഇവിടെ ചില കടുത്ത നിയന്ത്രണങ്ങൾ പോലീസ് ഏർപ്പെടുത്തുന്നുണ്ട്. കാരണം വേടന്റെ ഷോയാണ്, യുവാക്കളും കുട്ടികളും അവിടെ ഒഴുകിയെത്തും. എന്നാൽ കാര്യങ്ങൾ കൈവിട്ടു പോകാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. പോലീസിൻ്റെ നിർദ്ദേശമനുസരിച്ച് മാത്രമേ ഇവിടെ പങ്കെടുക്കാവൂ എന്ന അറിയിപ്പ് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ നൽകുന്നുമുണ്ട്.